വേദിയിലിരിക്കുന്ന മാനനീയ പ്രമുഖരെ, ആരാധ്യരായ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, മാറാട് കടപ്പുറത്തിന്റെ ദുഃഖം, കണ്ണുനീര്, വേദന ഉള്ളിലൊതുക്കിക്കൊണ്ട് നമ്മൾ ഈ നീണ്ട കാലം ക്ഷമയുടെയും സഹനത്തിന്റെയും അഹിംസയുടെയും പാതയിലൂടെ നീങ്ങിയത്, ഇന്നല്ലെങ്കിൽ നാളെ നീതി കിട്ടും എന്ന ഒരു ശുഭപ്രതീക്ഷ കയ്യിൽ വെച്ചുകൊണ്ട് ആ ശുഭപ്രതീക്ഷ തകർന്ന ഒരവസരത്തിലാണ് നമ്മൾ ഇന്നിവിടെ നമ്മുടെ ഉള്ളിലെ രോഷാഗ്നി പുറത്തേക്ക് ജ്വലിപ്പിച്ചത്. നമുക്കറിയാം, നിയന്ത്രിതമായ തോതിൽ അഗ്നി ജ്വലിപ്പിച്ചാൽ അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ എന്ന മന്ത്രം ചൊല്ലി ശീലിക്കുന്ന ഭാരതത്തിനറിയാം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീക്കുവാൻ ആ അഗ്നിക്ക് സാധിക്കുമെന്ന്. പക്ഷേ നിയന്ത്രിതമായ തോതിലല്ലാതെ ആ അഗ്നി ഉപയോഗിച്ചാൽ ഒരു പക്ഷേ സർവനാശത്തിനും അത് തന്നെ കാരണമായി തീരും എന്നുള്ളത്. ഇന്ന് ഹിന്ദു ഇവിടെ ജ്വലിപ്പിച്ച ഈ അഗ്നി ഇതിലേത് രൂപത്തിൽ നിലനിൽക്കണം എന്ന് തീരുമാനിക്കുവാൻ ഈ കേരളത്തിനോട്, ഈ ഭാർഗവ ക്ഷേത്രത്തിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഈ അഗ്നി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നീക്കുവാനുള്ള ശക്തിയോടുകൂടി മാത്രം നിയന്ത്രിതമായി ജ്വലിച്ചാൽ മതിയോ? അതോ നമ്മളിവിടെ ഹരഹര മഹാദേവ എന്ന മന്ത്രോച്ചാരണത്തോടുകൂടി ജ്വലിപ്പിച്ച ഈ അഗ്നി ശ്രീപരമേശ്വരന്റെ ത്രിനേത്രത്തിൽ നിന്നും ജ്വലിക്കുന്ന അഗ്നിയെ പോലെ സർവനാശത്തിന് കാരണമായി തീരണം. ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ഈ മാറാടിന്റെ നഷ്ടത്തിൽ വേദനിക്കുന്ന നമ്മളല്ല, മതേതരത്വ ജാടയെടുത്ത് അണിഞ്ഞിരിക്കുന്ന ഭാർഗവ ക്ഷേത്രം ഒത്തൊരുമിച്ചാണ് ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത്. ഈ നാടിന്റെ പൊതുവായ രീതി നമുക്കറിയാം. മരിച്ചവൻ ഹിന്ദുവാണെങ്കിൽ ആർക്കും പ്രശ്നമില്ല, അവൻ ചാകേണ്ടവനാണ് എന്ന ധ്വനിയിലായിരിക്കും പിന്നീടുള്ള സംസാരം. മരിച്ചവൻ ഹിന്ദുവാണെങ്കിൽ ആർക്കും പ്രശ്നമില്ല. നേരെ മറിച്ച് പ്രതിയുടെ സ്ഥാനത്ത് പോലും മുസൽമാൻ വന്നുപോയാൽ, അല്ലെങ്കിൽ ഇതര മതസ്ഥർ വന്നുപോയാൽ, അവിടെ അവർക്ക് ഒരുപാട് നോവും രക്ഷപ്പെടുത്താനും കണ്ണീരൊപ്പാനുമുള്ള മത്സരം ഭാരതം വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെ രാധാകൃഷ്ണൻ നമ്മളോട് പറഞ്ഞു, മാപ്പിള ലഹളയ്ക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും മൃഗീയമായ മതമൗലികവാദ ആക്രമണമാണ് മാറാട് കടപ്പുറത്തുണ്ടായത്. ഇവിടെ ചരിത്രം പഠിച്ച നമ്മൾ ചിന്തിക്കണം, മാപ്പിള ലഹളയുടെ തന്നെ ഗതിയായിരിക്കണമോ ഈ മാറാട് സംഭവത്തിനും ഉണ്ടാകേണ്ടത്? ഇതിനെ നമുക്ക് മാറാട് സംഘട്ടനം എന്ന് പറയാൻ സാധ്യമല്ല. കാരണം സംഘട്ടനം എന്ന് എന്നെ പഠിപ്പിച്ച മലയാളം അധ്യാപകർ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, സംഘട്ടനം എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം വേണം. ഒരു കൂട്ടര് ആക്രമിക്കപ്പെടുക മാത്രം ചെയ്യുക, അല്ലെങ്കിൽ മരിച്ചു കൊടുക്കപ്പെടുക മാത്രം ചെയ്യുന്നതിന് നമുക്ക് സംഘട്ടനം എന്ന് പറഞ്ഞുകൂടാ. അപ്പൊ ഈ മാറാട് അറുങ്കൊലയ്ക്ക് മാപ്പിള ലഹളയോടുള്ള ഏറ്റവും വലിയ സമാനത അതാണ്. മാപ്പിള ലഹളയും ഒരു ഏകപക്ഷീയമായ ചത്തുകൊടുക്കൽ മാത്രമായിരുന്നു. അവിടെയും ഇവിടെയും നമുക്ക് ആ സമാനതകൾ കാണാം. ഇതിന്റെ വിധിയിലും ആ സമാനതകൾ ഉണ്ടാകാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. 1921 മാപ്പിള ലഹളയില് എല്ലാം നഷ്ടപ്പെട്ടവരുടെ മുന്നിലേക്ക്, എല്ലാം നഷ്ടപ്പെടുത്തിയവരെ ആനയിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയ്ക്ക് ഈ കേരളം സാക്ഷിയായിട്ടുണ്ട്. തല വെട്ടിയരിഞ്ഞവരെ, സ്വത്തും മുതലും നശിപ്പിച്ചവരെ, അമ്മമാരെ മാനഭംഗപ്പെടുത്തിയവരെ സ്വാതന്ത്ര്യ സമര സേനാനികളായും കർഷക സമരത്തിന്റെ വക്താക്കളായും പാഠപുസ്തകങ്ങളിൽ അവരോധിക്കുക മാത്രമല്ല, കണ്ണിൽ നിന്നും ചോര ചാടിച്ചുകൊണ്ട് ഇതെല്ലാം നോക്കി നിൽക്കേണ്ടി വന്ന അവിടുത്തെ അമ്മമാര് ഈ പ്രതികൾക്ക് താമ്രപത്രവും പെൻഷനും വെച്ചുകൊടുക്കുന്ന ചടങ്ങില് താലപ്പൊലി എന്തേണ്ട ഗതികേട് വരെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. സാക്ഷര കേരളം ചിന്തിക്കുന്നത് മാറാട്ടെ അമ്മമാർക്ക് അത്തരമൊരു സ്ഥിതി വരുത്താമോ എന്നാണ്. അവരുടെ പ്രിയപ്പെട്ടതെല്ലാം അവരുടെ കൺമുന്നിൽ വെച്ച് തച്ച് തകർത്ത് അവരുടെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയവർ നാളെ VIP-മാരായി അബ്ദുൽ നാസർ മദനിയെ തിരുവനന്തപുരത്തെ വേദിയിലേക്ക് മന്ത്രിസഭാംഗങ്ങൾ കൈപിടിച്ചു കയറ്റിയതുപോലെ നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ടവരെ വെട്ടിയെരിഞ്ഞവരെ മാറാട് കടപ്പുറത്ത് വരവേൽപ്പ് കൊടുക്കുന്നത് കാണാൻ അവർക്ക് താലപ്പൊലി ഏന്തേണ്ട ഗതികേട് നമ്മളെ അമ്മമാർക്ക് ഉണ്ടാക്കുമോ? ഈ അഗ്നിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത്തരമൊരു ദുര്യോഗം കൂടി ആ അമ്മമാർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാമോ? അവരുടെ ദുഃഖത്തെ സാക്ഷര കേരളം കണ്ടില്ല, ഈ ഭാർഗവ ക്ഷേത്രം കണ്ടില്ല. അത് കണ്ട ഒരുപിടി ആളുകളാണ് നമ്മളെല്ലാം. നമ്മൾ ഇന്ന് മനസ്സിൽ തീരുമാനിക്കേണ്ടത്,
നാളെ ഇവർക്കോ ഇവരുടെ സന്തതി പരമ്പരകൾക്കോ അങ്ങനെ ഒരു ദുര്യോഗം, ഇവരെ വാഴ്ത്തേണ്ട ഒരു ദുര്യോഗം, സ്വാതന്ത്ര്യ സമര സേനാനികളായോ മനുഷ്യാവകാശികളായോ ഇവരെ വാഴ്ത്തേണ്ട ഒരു ഗതികേട് ആ സമൂഹത്തിന് ഉണ്ടാക്കാമോ? ഇതിനുള്ള ഉത്തരമാണ് ഇന്ന് ഈ അഗ്നിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. തങ്ങളുടെ ഭർത്താക്കന്മാരെ, തങ്ങളുടെ മക്കളെ